ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ട്രഡീഷണൽ പത്തിരി എങ്ങനെ നല്ല സോഫ്റ്റായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നുള്ളൊരു വീഡിയോ ആണ്. ഒരു പക്ഷേ പത്തിരി ഉണ്ടാക്കുന്നത് ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. നമ്മളിൽ പലരും മിക്കവാറും ദിവസം ഉണ്ടാക്കുന്നൊരു ഐറ്റമാണ് പത്തിരി. അതേപോലെ തന്നെ പലർക്കും ശരിയാവാത്തതും ആയ ഒരു ഫുഡ് ഐറ്റമാണ് ഈ പത്തിരി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ 2-3 കാര്യങ്ങൾ പത്തിരി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, ചൂടോട് കൂടിയിട്ട് തന്നെ പൊടി കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് അധികം കട്ടിയില്ലാണ്ട് തന്നെ നമ്മൾ പരത്തിയെടുക്കണം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് പൊടിയാണ് എടുക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ വെള്ളം എടുത്തപ്പോൾ 2 കപ്പിനേക്കാളും കുറച്ചും കൂടിയും കൂടുതലായിട്ട്, അതായത് ഒരു 2.25 കപ്പ് വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ 2.25 കപ്പ് വെള്ളം നമുക്ക് ഒരു 2 കപ്പ് പൊടിയിലേക്ക് കറക്റ്റായിരിക്കും. ഞാനിവിടെ നിറപ്പറേൻ്റെ പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ ഈ നിറപ്പറേൻ്റെ പത്തിരിപ്പൊടിക്ക് 2 കപ്പ് പൊടിക്ക് 2.25 കപ്പ് വെള്ളം കറക്റ്റായിരിക്കും. ഇനി നമുക്ക് ഈ വെള്ളം നല്ല പോലെ ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം നമ്മൾ ഒഴിച്ച് വെക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മളെടുക്കുന്ന പൊടി ഏത് ബ്രാൻഡ് പൊടിയാണെങ്കിലും തന്നെ ഈ വെള്ളത്തിൻ്റെ അളവിൽ ഒരുപാട് വ്യത്യാസമൊന്നും വരില്ല. അഥവാ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ തന്നെ നേരിയൊരു വ്യത്യാസമൊക്കെ വരുള്ളൂ. അപ്പോൾ ഏകദേശം 2 കപ്പ് പൊടിക്ക് 2.25 കപ്പ് വെള്ളം എന്നുള്ള ഒരു അളവിൽ വെക്കുക. ഇതിന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിൽക്ക് ഒരിക്കലും നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന വേറെ ഏതെങ്കിലും ഓയിലോ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ വെള്ളം ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. അപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിലേക്ക് 2 കപ്പ് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ പൊടി ഇട്ട് കൊടുക്കാൻ നേരത്ത് ഞാൻ ഇതൊന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. തിളച്ചുകൊണ്ടിരിക്കെ തന്നെയാണ്, പക്ഷേ ഹൈ ഫ്ലെയിമിൽ നിന്നൊന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് പൊടി കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഒന്നാകെ ഇങ്ങനെ കൊട്ടിക്കൊടുക്കരുത്, കുറേശ്ശെ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇത് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പൊടി ഇളക്കി ഇങ്ങനെ ചൂടുവെള്ളത്തിൽ ഇങ്ങനെ ഇളക്കിയെടുക്കുന്നതിനെ പറയുക പത്തിരിക്ക് പൊടി വാട്ടി കുഴയ്ക്കാമെന്നാണ് സാധാരണ പറയുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ പൊടിയും വെള്ളം കൂടി ഇതുപോലെ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ 1 മിനിറ്റ് മൂടി വയ്ക്കുക. മൂടി വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും മൂടി തുറന്ന്, ഇപ്പോൾ 1 മിനിറ്റ് മാത്രം മൂടി വെച്ചിട്ടുള്ളൂ കേട്ടോ. പൊടിക്ക് ഇപ്പോഴും നല്ല ചൂടുണ്ട്. ഒറ്റൊരു മിനിറ്റ് അതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ചതാണ്. അതിന് ശേഷം നമ്മൾ ഇതുപോലെ കുഴയ്ക്കാൻ പാകത്തിനുള്ള ഒരു പാത്രത്തിലേക്ക്, സാധാരണ നമ്മൾ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു വലിയ തളിക എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. അല്ല നിങ്ങൾക്ക് എങ്ങനെയാണ് കൂടുതൽ സൗകര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതുപോലെ കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ പത്തിരിയൊക്കെ കുഴയ്ക്കുമ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇട്ടിട്ടാണ് നമ്മൾ സാധാരണ കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഈ പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചൂടോട് കൂടി തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ നല്ല ചൂട് ഇങ്ങനെ ആവി പോവാണ്. അപ്പോൾ ഭയങ്കര ചൂടോട് കൂടി നമുക്ക് കുഴയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ നമ്മൾ നല്ല ചൂടൊക്കെ ആണെങ്കിൽ പലർക്കും ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് എടുക്കുക. ആ ഗ്ലാസ് കൊണ്ട് നമ്മൾ പൊടി ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം നമ്മളൊന്ന് കൈ വെച്ച് കൊടുത്ത് കുഴച്ച് നോക്കുക. കുഴയ്ക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവരാണെങ്കിൽ കൈ കൊണ്ട് തന്നെ ആ ചൂടോട് കൂടിയിട്ട് കുഴച്ചെടുക്കുക. പറ്റുന്നവരാണെങ്കിൽ ആ ചൂടോട് കൂടിയിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ മിക്കവാറും ദിവസം പത്തിരി ഉണ്ടാക്കുന്നവർക്കൊക്കെ അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല, അത് ശീലമായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇതേപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ട് നല്ല പോലെ തട്ടിക്കൊടുക്കുക. ഇത് കുറച്ചൊന്ന് ഭയങ്കര ഹൈ ചൂട് പോണ വരെ മാത്രം ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. പിന്നീട് നമ്മുടെ കൈക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കണം. ഒരിക്കലും ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. നല്ല ചൂടിൽ തന്നെ പൊടി കുഴച്ച് ശരിക്കും സോഫ്റ്റ് ആക്കിയാൽ തന്നെയാണ് നമുക്ക് നല്ല പത്തിരി കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുക. നമ്മളെ കൈക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു ചൂടാവണ വരെ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കൈ വെച്ച് നോക്കാം. നമ്മളെ കൈക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു ചൂടായി കഴിഞ്ഞാൽ നമ്മൾ കൈ കൊണ്ട് നല്ല പോലെ കുഴച്ചെടുക്കുക. അപ്പോൾ പൊടി ശരിക്കും കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം. എന്നാലാണ് നമുക്ക് നല്ല പത്തിരിയായിട്ട് കിട്ടുള്ളൂ.
നല്ല പോലെ തന്നെ കുഴച്ച് സോഫ്റ്റായിട്ട് എടുക്കുക. പിന്നെ നമ്മൾ ഈ വെള്ളത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല പൊടി. അഥവാ ഒട്ടിപ്പിടിക്കണമെന്ന് തോന്നുന്നവരാണെങ്കിൽ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമോ ഒന്ന് തടവി കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ നീണ്ട നീണ്ട ഒരു പീസായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ ഇതേപോലെ അങ്ങനെ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പൊടി നല്ല സോഫ്റ്റായി എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ചപ്പാത്തിക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ നമ്മൾ ഓരോ ബോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഓരോ പീസ് എടുക്കുന്ന സമയത്ത് വീണ്ടും കയ്യിൽ വെച്ചിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കാം കേട്ടോ. ഇതേപോലെ ഓരോ ബോൾ ഇതേപോലെ ഒന്ന് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കുക. വീണ്ടും ഇങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് മുഴുവൻ ഇതുപോലെ ബോളാക്കി ഇതിന് ശേഷം മാത്രം നമുക്ക് പത്തിരി പരത്താൻ നിന്നാൽ മതി. അപ്പോൾ ഇതിപ്പോൾ ചൂടോട് കൂടി തന്നെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തത് കൊണ്ട് ഇതങ്ങനെ ഉണങ്ങി പോകുന്നില്ല, അത് മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഇത് ബോളുകളൊക്കെ തയ്യാറായിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് പൊടി നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾക്ക് പലകയിലൊന്നും ഇട്ട് കൊടുക്കാനും അതേപോലെ തന്നെ നമ്മളെ പത്തിരി നമ്മൾ പരത്തി കഴിഞ്ഞാൽ പത്തിരി ഒന്ന് മുക്കിയിട്ട് വേണം നമ്മൾ വെക്കാനായിട്ട്, ഒന്നിൻ്റെ മേലെ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പൊടിയും കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പത്തിരി ഒന്ന് പരത്തിയെടുക്കുക. നല്ല സോഫ്റ്റാക്കിയിട്ട് തന്നെ പത്തിരി പരത്തിയെടുക്കുക. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ എല്ലാ പത്തിരിയും കൂടിയിട്ട് നല്ല ഷേപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു കട്ടർ ഉപയോഗിച്ചിട്ടോ മൂടി ഉപയോഗിച്ചിട്ടോ നമുക്ക് റൗണ്ട് ഷേപ്പാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതൊരു ജഗ്ഗിൻ്റെ മൂടി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് എല്ലാ പത്തിരിയും ഒരേ ഷേപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഓരോ പത്തിരിയും പരത്തിയതിന് ശേഷം നമ്മളിപ്പോൾ 1/4 കപ്പ് പൊടി അവിടെ ഇട്ടിട്ടില്ലേ, അതിൽ 2 സൈഡും ഒന്ന് മുക്കിയിട്ട് ഇങ്ങനെ വെക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലെ ഓരോരോ പത്തിരികൾ ഇങ്ങനെ വെക്കുമ്പോൾ അതൊരിക്കലും ഒട്ടി പിടിക്കില്ല. പിന്നീട് നമുക്ക് ചൂടാൻ നേരത്ത് പൊടി തട്ടിക്കളഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ ഇപ്പോൾ പത്തിരി ഇതേപോലെ പരത്തുമ്പോൾ ഇതിൻ്റെ അറ്റമൊക്കെ കണ്ട ഇങ്ങനെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമ്മളൊന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ഷേപ്പായി കിട്ടുകയും ചെയ്യും. ഒരുവിധം എല്ലാവർക്കും പത്തിരി ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ ആവശ്യത്തിനുള്ള ഷേപ്പായിട്ട് കിട്ടും. പക്ഷേ ഒന്നും കൂടിയും പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അവസാനം നമ്മളിപ്പോൾ കട്ടർ കൊണ്ട് ഇങ്ങനെ ആക്കിയെടുത്തത് മുഴുവൻ ആക്കിയിട്ട് നമുക്ക് 1-2 പത്തിരിക്കുള്ള ഒരു ഇതും കൂടിയും കിട്ടും. നമുക്ക് അതും കൂടി ഒന്ന് ബോളാക്കിയിട്ട് പത്തിരി ആക്കിയിട്ട് തയ്യാറാക്കി വയ്ക്കാം. ഇപ്പം നമ്മളുടെ എല്ലാ പത്തിരിയും ഇവിടെ പരത്തി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിയിൽ മുക്കിയെടുത്തത് ഒക്കെ പൊടി തട്ടിക്കളയണം. പൊടി തട്ടിക്കളഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്ക് വെക്കണം. എല്ലാനും ഇതേപോലെ തട്ടിക്കളയാം. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ എല്ലാത്തിൻ്റെയും പൊടി തട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ശരിക്കും പത്തിരി ഉണ്ടാക്കാനായിട്ട് പത്തിരിക്കല്ലാണ് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഫ്രൈ പാനിലാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഫ്രൈയിങ് പാന് വെച്ചു. പാന് ചൂടായി കഴിഞ്ഞാൽ ഇതുപോലെ പത്തിരി ഇട്ട് കൊടുക്കുക. ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭാഗം ഒന്ന് ചൂടായി എന്ന് തോന്നിയാൽ അപ്പം തന്നെ മറിച്ചിടുക. ഒരുപാട് സമയം വെക്കാൻ പാടില്ല. അപ്പം തന്നെ മറ്റേ സൈഡ് മറിച്ചിടുക. അതേപോലെ തന്നെ ആ സൈഡും ഒന്ന് ചൂടായി എന്ന് കണ്ടാൽ വീണ്ടും നമ്മൾ ഫസ്റ്റ് ഇട്ടേക്കണ സൈഡ് തന്നെ അങ്ങോട്ട് മറിച്ചിടാം. അപ്പോൾ ആ സൈഡൊന്ന് പൊളച്ച് വരും. നല്ല പോലെ പൊളച്ച് വരണം, എന്നാലും ആ പത്തിരിക്ക് സോഫ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പം തന്നെ ഇത് നല്ലപോലെ പൊളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ കോരി മാറ്റാം. പിന്നീട് നമ്മളൊരു ടിഷ്യൂ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിലത്തെ പൊടികളൊക്കെ കളഞ്ഞിട്ട് വേണം അടുത്ത പത്തിരി ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ 2 വട്ടം തിരിച്ച് മറിച്ച് ഇടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പത്തിരിയുടെ ഒരു സൈഡ് പോലും ഒരു കളറ് വരില്ല. നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു കളറ് വരില്ല. ആ കളറൊന്നും വരാണ്ടിരിക്കാനാണ് ഇങ്ങനെ ഒരു സൈഡ് ആയ വശം അപ്പുറത്തെ സൈഡ് മറിച്ചിട്ട് ചുടുന്നത്. ചിലർ ഒരു സൈഡ് നല്ലപോലെ ചൂടായതിന് ശേഷം മറ്റേ സൈഡ് മറിച്ചിട്ടിട്ട് പൊളപ്പിച്ചെടുക്കും. 2 തവണ മറിച്ചിടുള്ളൂ. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ പത്തിരിയുടെ ഒരു സൈഡിൽ ചിലപ്പോൾ കളർ വീഴാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പത്തിരി നമ്മൾ ഇട്ട വശം തന്നെ അപ്പുറത്തെ സൈഡ് മറിച്ചിടുക. ഉടനെ തന്നെ വീണ്ടും നമ്മൾ ഫസ്റ്റ് ഇട്ടേക്കുന്ന സൈഡ് മറിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല പോലെ പൊളച്ച് വരും. ഇതേപോലെ ആക്കുക. വീണ്ടും അപ്പുറത്തെ സൈഡ് ഒന്ന് മറിച്ചിടുക. ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ ഇതേപോലെ പൊളച്ച് വരും. അപ്പോൾ നമ്മൾ പത്തിരി കോരി മാറ്റി വയ്ക്കുക. ഇനി പത്തിരി ഉണ്ടാക്കാൻ മാത്രമല്ല കഴിക്കുമ്പോഴും ഉണ്ട് കുറച്ച് പ്രത്യേകത. പത്തിരി കഴിക്കുന്ന സമയത്ത് നമ്മൾ എത്ര കറി കൂട്ടിയിട്ടാണ് നമ്മൾ പത്തിരി കഴിക്കാമെന്നുണ്ടെങ്കിലും നമ്മൾ തേങ്ങാപ്പാൽ ഇതുപോലെ പിഴിഞ്ഞെടുക്കും. തേങ്ങാപ്പാൽ നമ്മൾ സാധാരണ തേങ്ങ ചിരകിയിട്ട് നമ്മൾ അതിൻ്റെ പാലെടുക്കുക, നല്ല കട്ടിയുള്ള പാലെടുക്കുക. ആ പാലിൽ നമ്മൾ ഇതേപോലെ പത്തിരി മുക്കും. പത്തിരി മുക്കിയിട്ട് അതിലാണ് നമ്മൾ കറി ഒഴിച്ചിട്ട് കഴിക്കുക. അതായത് തേങ്ങാപ്പാലിൽ മുക്കിയെടുത്ത പത്തിരിയിലാണ് നമ്മൾ കറി ഒഴിച്ചിട്ട് സാധാരണ കഴിക്കുക.
അപ്പോഴാണ് ആ പത്തിരിയുടെ ആ ഒരു ടേസ്റ്റ് നമുക്ക് ശരിക്കും കിട്ടുള്ളൂ. അപ്പോൾ ചിലർക്കൊക്കെ സംശയം ഉണ്ടായിരിക്കും, കറി ഉണ്ടെങ്കിലും എന്തിനാ തേങ്ങാപ്പാലെന്ന്. സാധാരണ നമ്മൾ ട്രഡീഷണലായിട്ട് പത്തിരി കഴിക്കുമ്പോൾ അങ്ങനെ ചെയ്യാം. നമ്മൾ കറി ഉണ്ടെങ്കിലും തേങ്ങാപ്പാലിൽ മുക്കിയെടുത്തിട്ടാണ് പത്തിരി കഴിക്കുക. അതിന് തേങ്ങാപ്പാലിൽ മുക്കിയെടുത്ത പത്തിരി എന്നാണ് പറയുക തന്നെ ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ വീട്ടിലൊക്കെ പത്തിരിക്കല്ലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പത്തിരിക്കല്ലിൽ ചുട്ടെടുക്കുക. ഞാനിവിടെ നാട്ടിലത്തെ പോലെ പത്തിരിക്കല്ല് ഇല്ലാത്തത് കൊണ്ടാണ് ഫ്രൈങ് പാനിൽ ചുട്ടെടുത്തത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ ബൈ.